റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി റിപ്പോർട്ടർ. പൂങ്കുന്നം ശങ്കരൻകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം 79 പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന വാർത്ത റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുകയാണ്. തൊട്ടടുത്ത ബൂത്തിൽ 38 വോട്ടുകൾ ചേർത്തു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഇവർക്ക് വോട്ട് ചെയ്യാനായില്ല. അനധികൃതമായി ചേർത്തവരിൽ ഒരാൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നറിയുന്നു. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദം വീണ്ടും കത്തുക തന്നെയാണ്. നിരവധി ക്രമക്കേടുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ഇൻലാൻഡ് ഫ്ലാറ്റിനകത്താണ്. ഇവിടെ 70-ലധികം വോട്ടുകൾ അനധികൃതമായി ചേർത്തുവെന്നും എന്നാൽ ഇത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയതുകൊണ്ട് ഇവരെ പോൾ ചെയ്യാൻ അനുവദിച്ചില്ല എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ കോർപ്പറേഷൻ്റെ മുൻ കൗൺസിലറാണ്, കോൺഗ്രസ് നേതാവാണ് വത്സല ബാബുരാജാണ്. എന്താണ് ഇതുമായി വന്നത്, ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഈ ഇൻലാൻഡ് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടിട്ട് 79ഓളം വോട്ടുകളാണ് ഇതിൽ അഡീഷണൽ പട്ടികയിൽ ചേർത്തപ്പെട്ടിട്ടുള്ളത്. ലാസ്റ്റ് പട്ടികയാണിത്. നമുക്കൊന്നും വെട്ടിക്കളയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അഡീഷണൽ 79 വോട്ടുകൾ ആലത്തൂർ നിയോജക മണ്ഡലമാണ്. അവിടെ നിന്നാണ് ഇത് മുഴുവൻ കയറി വന്നിട്ടുള്ളത്. വടക്കാഞ്ചേരി ഏത് ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്? ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഏത് ഭാഗത്തുനിന്നാണ്? ശോഭാ സിറ്റിയിലത്തെ കുറേ വോട്ടുകൾ കയറി വന്നിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് കുറേ വോട്ടുകൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫേക്ക് വോട്ടുകളാണ് ഇതിൽ മുഴുവൻ വന്നിട്ടുള്ളത്. ഒരാൾ പോലും ഈ ഫ്ലാറ്റിൽ താമസമില്ല എന്നുള്ളതാണ് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം. ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് വാട്ടർ ലില്ലി ഫ്ലാറ്റാണ്, 36-ാം ബൂത്താണ്. വാട്ടർ ലില്ലി ഫ്ലാറ്റിൽ 38 വോട്ടിൽ ഒരെണ്ണം ചെയ്തു പോയി. അത് ഒരു BJP നേതാവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് അവർ ചേർത്തിയ വോട്ടാണ്. ബൂത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലായി ഫേക്കാണ് എന്നുള്ളത്. വോട്ട് ചെയ്യിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ആ വീട്ടിലത്തെ അഡ്രസ്സായതുകൊണ്ട് ചെയ്യിച്ചു വിട്ടു. 100-ലധികം വോട്ടുകൾ ചേർത്തി BJP നേതാക്കൾ ഫേക്ക് വോട്ടുകളാണ് ചേർത്തിയിട്ടുള്ളത്. താമസക്കാർ ഒറ്റ ആളും പോലും ഇല്ല എന്നുള്ളതും നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതും വോട്ട് ചെയ്യിക്കാൻ പറ്റാത്തതാണ് ഇതിൽ വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. ഏതായാലും ഇത്തരത്തിൽ അവസാന ഘട്ടത്തിൽ നിരവധി നിയമവിരുദ്ധമായ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയതുകൊണ്ട് ആ വോട്ട് പോളിംഗ് നടന്നില്ല എന്നതൊരു ആശ്വാസമാണ്. പക്ഷേ എങ്കിൽ പോലും മറ്റു പല ഫ്ലാറ്റുകളിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച പരിശോധനകൾ നടന്നു വരുന്നുവെന്നാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ CPIയുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ റിപ്പോർട്ടർ തൃശ്ശൂർ. ജെയ്സൺ ശമോളപ്പിൽ നടത്തിയ അന്വേഷണത്തിലാണ് തുടർച്ചയായി വിവിധ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വ്യാജ വോട്ടർമാരെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്തതായിട്ടും കണ്ടെത്തിയിരിക്കുന്നത്. ജെയ്സൺ നമുക്കൊപ്പം തത്സമയമുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ അന്വേഷണം തുടരുകയാണ്. നിർണായകമായ മറ്റൊരു വിവരം കൂടിയാണ് നമ്മളിന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഒരു ഫ്ളാറ്റിൽ മാത്രം 70-ലധികം വോട്ടർമാരെ ചേർക്കുക. ഇവരെല്ലാവരും തന്നെ ആലത്തൂരോ അതല്ലെങ്കിൽ വടക്കഞ്ചേരി മണ്ഡലത്തിലെയൊക്കെ സ്ഥിര വോട്ടർമാരാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഇല്ലാത്ത മേൽവിലാസത്തിൽ ഇവർ പല ഫ്ളാറ്റുകളിൽ കടന്നുകൂടുന്നു. ഈ ഫ്ളാറ്റിലുള്ളവർക്ക് ഇവരെ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ജെയ്സൺ, നമ്മളുടെ അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് ഇത്തരം നിരവധി വോട്ടുകൾ പലയിടങ്ങളിലായി പല ഫ്ളാറ്റുകളിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെയായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണോ ജെയ്സൺ ചാവോളപ്പിൽ? തൃശ്ശൂർ ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റൊരു മിനി മഹാദേവ്പുരയാണോ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൻ്റെ ആഴവും പരപ്പും വർദ്ധിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച് ഏകദേശം 10ഓളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വോട്ട് ചേർക്കൽ ഒരു മഹായജ്ഞമായി BJP ഏറ്റെടുത്തു. ഒരുപാട് ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളെല്ലാം തന്നെ നേരത്തെ പോയി കണ്ട് മനസ്സിലാക്കുന്നു. ആ പ്രദേശത്ത് താമസിക്കുന്നവരുമായിട്ട് സംസാരിക്കുന്നു. പിന്നീട് ഈ ഫ്ളാറ്റുകളുടെ നമ്പറുകളിൽ വോട്ടുകൾ ചേർക്കുന്നു. പക്ഷേ ആ വോട്ടുകൾ ചേർത്ത ഒരാൾ ഒരിക്കൽ പോലും ആ ഫ്ളാറ്റിനകത്തേക്ക് കയറി പോയിട്ടില്ല എന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ നിയമപരമായ പഴുതുകൾ വെച്ചാണ് ഇതെല്ലാം ചേർത്തിരിക്കുന്നതെന്ന് നിലവിൽ VS സുനിൽകുമാർ അതുപോലെ തന്നെ K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ തന്നെ ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ വോട്ട് ചേർക്കുമ്പോൾ അത് ചലഞ്ച് ചെയ്യാൻ പ്രയാസമാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ അവസാന ഘട്ട ചേർക്കലിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് നിരവധി വോട്ടുകൾ ഇത്തരത്തിൽ കയറി വന്നിരിക്കുന്നത്. BJPയുടെ ഉന്നതരായ നേതാക്കളും അതുപോലെ തന്നെ RSSന്റെ നേതാക്കളുമൊക്കെ ഇങ്ങനെ ഇവിടെ വോട്ട് ചെയ്തു പോയിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന ഉപാധ്യക്ഷനായ V ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം തൃശ്ശൂരിലാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹം. പക്ഷേ തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത്. അതിന് അവർ പറയുന്ന ഒരു കാരണം ഈ തൃശ്ശൂരിലെ പ്രഭാരിയായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വോട്ട് ചേർത്തു. ആ വോട്ട് ചേർത്തതുകൊണ്ട് വോട്ട് ചെയ്തു എന്നതാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ ന്യായീകരണങ്ങൾ വളരെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു
ഉപയോഗിച്ചുകൊണ്ടാണ് BJP ഇത്തരം വാദങ്ങളെയെല്ലാം തടയുന്നത്. വേലൂർ പഞ്ചായത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP, വേലൂർ എന്ന് പറയുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. വേലൂർ എന്ന് പറയുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അവിടെ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി ഇന്നലെ നാം കയറി വീട്ടമ്മയുമായി സംസാരിച്ച ആ ഫ്ലാറ്റിൽ വോട്ട് ചേർത്തു. ഇതിനും അവർ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും കാരണങ്ങൾ എന്തായാലും അവസാന ഘട്ടത്തിൽ ചേർത്ത ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ ക്രമരഹിതമായ വോട്ടുകൾക്ക് നിയമപരമായ നടപടി എടുക്കേണ്ടതില്ലേ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഇത്തരത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള BJPയുടെ RSSന്റെയും നേതാക്കൾ ഈ തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർത്തു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിയമപരമായി ഇതിനെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള പരിശോധന തുടരുക തന്നെയാണ്. നാം ഓരോ ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. ഇപ്പോൾ ഇൻലാൻഡ് ഫ്ളാറ്റിൽ 79 വോട്ടുകൾ, വാട്ടർ ലില്ലി ഫ്ളാറ്റിൽ 38 വോട്ടുകൾ, ഇങ്ങനെ ഓരോ ഫ്ളാറ്റുകളിലും 30, 50, 70 ഒക്കെ വോട്ടുകൾ ചേർത്ത് വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ BJPക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞു. പ്രത്യേകിച്ച് തൃശ്ശൂർ BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതാണ് അവർക്ക് അനുകൂല ഘടകമായത്. പ്രധാനമായും പൂങ്കുന്നം കേന്ദ്രീകരിച്ചെന്ന് പറയുമ്പോൾ പൂങ്കുന്നം BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെയാണ് ഈ വോട്ട് വലിയ തോതിൽ ചേർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ജെയ്സൺ.